ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ റൂമിലിരുന്ന് ഉറങ്ങുന്ന ശ്യാമയ്ക്ക് അരികിലേക്ക് രോഹിത് ചായയുമായി എത്തുന്നു. ശ്യാമ ആ കട്ടിൽക്കാലിന് താഴെ തന്നെ അതേപടി തന്നെ ഇരുന്ന് ഉറങ്ങുന്നത് കണ്ട് രോഹിത് അരികിലേക്ക് എത്തി. ശ്യാമ ഉറക്കമുണർന്നിട്ടില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് രോഹിത് ചായയുമായി അരികിലേക്ക് വന്ന് ശ്യാമയ്ക്ക് അരികിലിരുന്നുകൊണ്ട് പറഞ്ഞു, അതെ, ഇന്ന് എനിക്ക് തന്നോടുള്ള മനോഭാവത്തിൽ മാറ്റമുണ്ടായിട്ടൊന്നുമല്ല, മറിച്ച് ഇന്നലെ രാത്രി പനിച്ച് വിറച്ചു കിടന്ന എന്നെ ആ നിലത്ത് നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് കട്ടിലിൽ കിടത്തി. പിന്നെ എനിക്ക് മരുന്ന് തന്നു. സമയത്ത് എൻ്റെ പനി കുറയുന്നുണ്ടോ എന്ന് നോക്കി എനിക്ക് നെറ്റിയിൽ തുണി നനച്ചിട്ട് തന്നു. അങ്ങനെ എൻ്റെ പനി മാറ്റിയതിനുള്ള ഒരു പാരിതോഷികം അല്ലെങ്കിൽ തിരിച്ചൊരു നന്ദി അറിയിക്കുന്നു. അത്രമാത്രമാണ് തനിക്കുള്ള ഈ സ്പെഷ്യൽ ചായ. അതുകൊണ്ട് ഇക്കാരണത്താൽ എന്നോടുള്ള തൻ്റെ വിരോധമൊന്നും മാറ്റണ്ട കേട്ടോ എന്നെല്ലാം മനസ്സിൽ പറഞ്ഞുകൊണ്ട് രോഹിത് ശ്യാമയെ വിളിച്ചു നിർത്തി. ശ്യാമേ എന്ന് പറഞ്ഞ് രോഹിത് വിളിച്ചത് കേട്ട് കണ്ണു തുറന്നതും ഉടനെ ശ്യാമ ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും രോഹിത് ശ്യാമയ്ക്ക് നേരെ ആ ചായ നീട്ടി. ഇത് തനിക്കുള്ളതാണ്, കുടിച്ചോ എന്ന് പറഞ്ഞ് ശ്യാമയോട് ചായ വാങ്ങിച്ചോളാനായി രോഹിത് പറഞ്ഞു. എടോ, ചായയല്ലേ, വാങ്ങിച്ചോളൂ, വാങ്ങിച്ചു കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതും രോഹിത് പറഞ്ഞത് കേട്ട് ശ്യാമ രോഹിത്തിൻ്റെ കയ്യിൽ നിന്ന് ആ ചായ വാങ്ങിച്ചു. രോഹിത് തനിക്ക് ചായ ഉണ്ടാക്കി തന്നതിൻ്റെ നന്ദി പ്രകടനമൊന്നുമില്ലാതെ ശ്യാമ ഒരു ഗൗരവത്തിൽ തന്നെ രോഹിത്തിൻ്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങിച്ച് കുടിക്കാനായി കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഹിത് പറഞ്ഞു, കുടിച്ചോ. അപ്പോഴേക്കും സത്യഭാമ താഴെ നിന്ന് പങ്കജം പറഞ്ഞതെല്ലാം വിശ്വസിച്ച് രോഹിത്തിൻ്റെ റൂമിലേക്ക് എത്തിക്കഴിഞ്ഞു. ശ്യാമ ചായ കുടിക്കാൻ തുടങ്ങിയതും സത്യഭാമ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു, ശ്യാമേ, നിനക്ക് നാണമില്ലേടി എന്ന് ചോദിച്ച് അകത്തേക്ക് കയറി വന്നു. എന്താ കാര്യം എന്നറിയാതെ രോഹിത്തും ശ്യാമയും ആകെ ഞെട്ടലോടെ സത്യഭാമ നോക്കുമ്പോൾ സത്യഭാമ അരികിലേക്ക് എത്തി ചോദിച്ചു, അതെ, ഭർത്താവിനെ കൊണ്ട് ചായ ഇടിച്ച് കുടിക്കുന്നത് അത് കുടുംബത്തിൽ പിറന്ന പെണ്ണിന് ചേർന്ന ജോലിയൊന്നുമല്ല. നിനക്ക് നാണമില്ലേ ശ്യാമേ? നീ ഇങ്ങനെയൊക്കെയാണോ പഠിച്ചിട്ട് വന്നത്? ഇവിടെ രോഹിത്തിനെ കൊണ്ടാണോ നിനക്ക് വേണ്ട ചായ ഇട്ട് കുടിക്കാൻ തയ്യാറാകുന്നത്? നീ ഇവിടെ കാലിന്മേൽ കാലും കയറ്റി വെച്ച് ഇവിടുത്തെ കൊച്ചമ്മയായിട്ട് ഇരിക്കാമെന്നാണോ നീ കരുതിയിരിക്കുന്നത്? നീ ഇവിടെ വിവാഹം കഴിഞ്ഞ് വന്നിട്ട് എത്ര ദിവസമായി? പുതുമോടിയാണല്ലോ എന്ന് കരുതി മാത്രമാണ് നിന്നോട് ഇത്രയും ദിവസം ഞാൻ ചോദിക്കാതിരുന്നത്. അപ്പോഴേക്കും ശ്യാമയുടെ റൂമിൽ ശബ്ദം കേട്ട് ശാലിനി വേഗം വാതുക്കലേക്ക് എത്തി. ഈ സമയത്ത് രോഹിത് സത്യഭാമയോട് പറഞ്ഞു, സത്യഭാമേ, അത് ശ്യാമ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് സത്യഭാമയോട് ശ്യാമയ്ക്ക് വേണ്ടി രോഹിത് സംസാരിക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു, രോഹിത്തെ, നീ മിണ്ടണ്ട. നീ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. എന്തായാലും നീ ഇന്നു മുതൽ മര്യാദയ്ക്ക് അടുക്കളയിൽ കയറിക്കോണം. പറഞ്ഞു കേട്ടല്ലോ. മേല ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി പോയേക്കരുത്. ഇത്തരം ശീലങ്ങളൊന്നും ഇവിടെ നീ നടപ്പിലാക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞ് സത്യഭാമ ശ്യാമയോട് കയർക്കുമ്പോൾ ശ്യാമ പുറത്ത് നിൽക്കുന്ന ശാലിനിയെ കണ്ട് ഞെട്ടി. അപ്പോഴേക്കും പുറത്താരോ നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കിയതോടെ സത്യഭാമ പിന്തിരിഞ്ഞു നോക്കിയതും ശാലിനി വേഗം ശ്യാമയുടെ റൂമിലേക്ക് എത്തിക്കഴിഞ്ഞു. ശാലിനി അകത്തേക്ക് കയറി വന്നതും സത്യഭാമ പറഞ്ഞു, അതെ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ശാലിനി. നിന്റെ അനുജത്തിയോട് മര്യാദയ്ക്ക് ജീവിക്കാൻ പറയണം. അതാണ് നീ ചെയ്യേണ്ടത്. അവളെ കുറച്ച് മര്യാദ പഠിപ്പിക്കുന്നേ. ഒരാഴ്ച 7 ദിവസം, ആ ഒരു 7 ദിവസത്തിനുള്ളിൽ നീ ഇവളെ മര്യാദ പഠിപ്പിക്കുകയാണെങ്കിൽ, ഇവളെ ഈ വീടിന് യോജിച്ചവളാക്കി മാറ്റുകയാണെങ്കിൽ നിനക്ക് എൻ്റെ സ്വപ്നമായ IAS പരീക്ഷയെക്കുറിച്ച് ആലോചിക്കാം, ആ ഇൻ്റർവ്യൂവിനെ കുറിച്ച് ആലോചിക്കാം എന്ന് സത്യഭാമ പറയുമ്പോൾ ശ്യാമ ശാലിനിയെ നോക്കി. ഈ സമയത്ത് രോഹിത് സത്യഭാമയോട് സംസാരിക്കുന്നത് കണ്ട് സത്യഭാമ പറഞ്ഞു, എടാ രോഹിത്തെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. പെണ്ണുമ്പിള്ള പറയുന്നത് കേട്ട് അവൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത് അങ്ങനെ നിന്നാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നിനക്ക് അവളുടെ അടിമയായി നിൽക്കേണ്ടി വരും. ഇന്നേ വരെ ഇത്രയും കാലമായിട്ടും ഞാൻ എൻ്റെ രാഘവേട്ടനെ കൊണ്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം പോലും തിളപ്പിച്ചിട്ടില്ല. അറിയാവോ, എനിക്ക് വയ്യെങ്കിൽ പോലും ആ മനുഷ്യനെ കൊണ്ട് ഞാൻ ഒന്നും ചെയ്യിച്ചിട്ടില്ല. അതുകൊണ്ട് നീ ഇനി മേലാൽ ഇവൾക്ക് വേണ്ടി ഇതുപോലുള്ള എന്തെങ്കിലും ചെയ്തെന്ന് അറിഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ശാലിനി അകത്തേക്ക് വന്ന് മോളെ ശ്യാമേ എന്ന് വിളിച്ചു. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, അതെ, എന്താ ഇനി കുഞ്ഞേച്ചിക്ക് വേണ്ടത്? കുഞ്ഞേച്ചിക്കും ഇനി ഇതുപോലെ എന്തെങ്കിലും പറയാനുണ്ടോ? കുഞ്ഞേച്ചിക്കും മറ്റുള്ളവർക്കും ഒക്കെ വേണ്ടി ഈ ശ്യാമയുടെ ജീവിതം ബലി കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനി കുഞ്ഞേച്ചിക്കും ഇനി എന്തെങ്കിലും ഉപദേശം പറയാനാണ് ഉള്ളതെങ്കിൽ പറഞ്ഞോളൂ. ഓരോരുത്തർക്കും വേണ്ടി എൻ്റെ ജീവിതമാണല്ലോ ബലിയാടാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ശ്യാമ സങ്കടപ്പെടുമ്പോൾ ശാലിനി പറഞ്ഞു, മോളെ ഞാൻ എന്ന് പറഞ്ഞതും വേണ്ട, ഇനി കുഞ്ഞേച്ചി ഇവിടെ നിൽക്കണ്ട, ഇറങ്ങിപ്പോയിക്കോ. കുഞ്ഞേച്ചിയുടെ സിവിൽ സർവീസ് എന്നുള്ള മോഹം സഫലമാക്കാൻ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി എനിക്കൊന്നും കേൾക്കണ്ട. ഇനി ഉപദേശിക്കാനോ മറ്റോ ആണ് കുഞ്ഞേച്ചി തയ്യാറാകുന്നതെങ്കിൽ
അത് ഒന്ന് ടേപ്പ് റെക്കോർഡർ വെച്ച് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചേക്ക്. സമയം കിട്ടുമ്പോൾ ഞാൻ വന്ന് അത് കേട്ടോളാം. ഈ റൂമിലെങ്കിലും അല്പം സമാധാനം എനിക്ക് തരുമോ എന്ന് ചോദിച്ച് ശാലിനിയോട് ദേഷ്യത്തോടെ ശ്യാമ പറഞ്ഞു. ഇറങ്ങിപ്പോകൂ ഇവിടുന്ന്. ഇത് കേട്ടതും ശാലിനി മോളെ ഞാൻ എന്ന് പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ടെന്നല്ലേ പറഞ്ഞത്, ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് ശാലിനിയുടെ നേരെ ദേഷ്യത്തോടെ ശ്യാമ സംസാരിച്ചു. അവസാനം ശാലിനി വിഷമത്തോടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ശാലിനി സങ്കടപ്പെട്ടുകൊണ്ട് പോകുന്നത് കണ്ട് രോഹിത് ശ്യാമയോട് പറഞ്ഞു. ശ്യാമയെ സോറി. അത് കേട്ടതും ശ്യാമ പറഞ്ഞു. ഇനി അതിൻ്റെ ഒരു കുറവോടെ ഉള്ളൂ അല്ലേ? ഇപ്പോൾ ഇതെല്ലാ രീതിയിലും ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയാണല്ലോ അല്ലേ എന്ന് ചോദിച്ച് ശ്യാമ ദേഷ്യപ്പെടുമ്പോൾ രോഹിത് പറഞ്ഞു. ശ്യാമ ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ എനിക്ക് വേണ്ടി ഉറക്കളയ്ക്കുകയും എനിക്ക് മരുന്ന് കൊണ്ട് തരികയും ഒക്കെ ചെയ്തില്ലേ? രാത്രി മുഴുവൻ ഒരുപോലെ കണ്ണടയ്ക്കാതെ എനിക്ക് വേണ്ടി കാവലിരുന്നില്ലേ? അതിനൊക്കെ ഒരു നന്ദി സൂചകമായിട്ട് അതിനാണ് ഞാൻ തനിക്ക് വേണ്ടി ഒരു ഗ്ലാസ് ചായ എങ്കിലും ഇട്ട് തരണ്ടേ? അതിനാ ഞാൻ ചായ ഇട്ട് തന്നത് എന്ന് പറഞ്ഞതും ഉടനെ ശ്യാമ ചോദിച്ചു. ഓ, ഭർത്താവിൻ്റെ കടമ അല്ലേ? എന്നാലേ അങ്ങനെയുള്ള ഒരു കടമയൊന്നും എൻ്റെ നേരെ വേണ്ട കേട്ടോ. ഞാനിതൊക്കെ ചെയ്ത് വെറും മനുഷ്യത്വത്തിൻ്റെ പേരിലാണ്, അല്ലാതെ തന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല. മേലാൽ എൻ്റെ ഈ രീതിയിൽ എന്നോട് ഒരിക്കലും പെരുമാറി പോകരുത്. എനിക്ക് നിങ്ങളെയൊക്കെ കാണുന്നതേ വെറുപ്പാണ്. എൻ്റെ ജീവിതം ഇതോടെ തകർന്നില്ലേ എന്ന് പറഞ്ഞ് ശ്യാമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ പുറത്ത് സെറ്റിയിൽ വന്നിരുന്നു. ഈ സമയത്ത് ശാലിനി ആകെ വിഷമത്തോടെ പോകുന്നു. ശാലിനിക്ക് നേരെയും ശ്യാമ ദേഷ്യത്തോടെ സംസാരിക്കുകയും റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതിൻ്റെ വിഷമത്തിൽ ശാലിനി അങ്ങനെ ഇരിക്കുമ്പോൾ രോഹിത് ശ്യാമയ്ക്ക് ഒന്ന് സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി ശ്യാമയ്ക്ക് വേണ്ടി ഒരു ഗ്ലാസ് ചായ ഇട്ടുകൊണ്ട് വന്നത് അതും വലിയ തെറ്റായി മാറിയതിൻ്റെ സങ്കടത്തിൽ രോഹിത്തും റൂമിൽ വന്നിരിക്കുന്നു. അപ്പോഴാണ് സുസ്മിതയും സരളയും കൂടിയും യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുസ്മിത കുറച്ചു ദൂരം പോയി കഴിഞ്ഞിട്ട് സർലയോട് ചോദിച്ചു. അല്ലമ്മേ, നമ്മളിത് എങ്ങോട്ടായി പോകുന്നത് എന്ന് ചോദിച്ചതും സർല പറഞ്ഞു. അതെ, നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ നടപ്പിലാക്കണം. അതാ വേണ്ടത്. അതിന് ഇനിയും താമസം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതും സുസ്മിത ചോദിച്ചു. അമ്മ എന്താ ഈ പറഞ്ഞു വരുന്നത്? അതെ, നമ്മൾ ആ ചിറക്കൽ രാമചന്ദ്രൻ്റെ മകൻ ആ ജഗദീപ് കുമാറുമായിട്ടുള്ള വിവാഹകാര്യത്തിന് നമ്മൾ സമ്മതം മൂളിയിരിക്കുകയല്ലേ? എന്ന് വെച്ച് അയാളെ ഇനി ഇതുവരെയായിട്ടും കാണാനോ അയാളുമായിട്ടൊന്ന് അടുത്തിടപഴകാനോ പോലും മോൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിച്ചതും ഉടനെ സുസ്മിത ചോദിച്ചു. അല്ലമ്മേ, ആ ചിറക്കൽ രാമനാഥൻ്റെ മകനുമായിട്ടുള്ള വിവാഹത്തിന് ഇങ്ങനെ ഒരു ചുറ്റിക്കളിയുടെ ആവശ്യമുണ്ടോ? നമുക്ക് നേരിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് വിവാഹാലോചന നടത്തിയാൽ പോരെ എന്ന് സുസ്മിത ചോദിച്ചതും സരള പറഞ്ഞു. അങ്ങനെ ഒരു ആലോചനയുമായി നമ്മൾ നേരിട്ട് ചെല്ലുന്നത് മോശമാണ്. കാരണം ഒരു പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ആലോചനയുമായി അവിടേക്ക് പോകുന്നത് നമുക്ക് കൂടി നാണക്കേടുള്ള കാര്യമാണ്. അതുമല്ല, ഇതിനോടകം ഇതുപോലെയുള്ള എത്രയോ സുസ്മിതമാരുടെ ആലോചനകൾ അവരുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടാകും. അതും നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നീക്കം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഒരിക്കലും അത്ര റിസൾട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. അതിനു മുൻപ് നമുക്ക് കാണേണ്ടത് ആ ജഗദീപ് കുമാറിനെയാണ്. അയാളുമായിട്ട് കൂടുതൽ അടുത്തിടപെടണം. അതിനുശേഷം അയാളോട് കൂടുതൽ അടുക്കണം. അങ്ങനെ ജഗദീപിനെ നമ്മുടെ വലയിലാക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് വിവാഹാലോചനയുമായിട്ട് നമുക്ക് അവിടേക്ക് ചെന്ന് കയറുമ്പോൾ അവർക്കൊരിക്കലും നമ്മളോട് എതിർപ്പ് പറയാനോ നമ്മളെ ഒഴിവാക്കാനോ കഴിയാതെയാകും. അതാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുസ്മിത ചോദിച്ചു. അതിനിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അമ്മ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചതും സർല പറഞ്ഞു. അതെ, നമ്മളോട് ആ സാന്ദ്ര പറഞ്ഞത് ആ ജഗദീപ് പോകുന്ന സ്ഥലം ആ റെസ്റ്റോറൻറ്റ് നമ്മൾ ഈ പോകുന്ന റൂട്ടിലാണെന്നല്ലേ എന്ന് പറഞ്ഞതും സുസ്മിത പറഞ്ഞു. അമ്മേ, എങ്ങനെ അയാളെ പുറത്ത് കാണാനാണ്? അദ്ദേഹം പുറത്തിറങ്ങുന്നതെന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമായിരിക്കും. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കാരണം പലപ്പോഴും ജിമ്മിലും മറ്റുമൊക്കെയാണ് സാധാരണ ആളുകൾ പുറത്തിറങ്ങുന്നത്, ജിമ്മിലേക്ക് പോകാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ. ഇതിപ്പോൾ ജിമ്മും അതുപോലെ തന്നെ AC സ്യൂട്ട് റൂമും എല്ലാം തന്നെ ആ ഒരു വലിയ ബംഗ്ലാവിനകത്ത് തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമേ? അതുകൊണ്ട് നമുക്ക് നോക്കാം ഇനി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പ്രതീക്ഷയോടെ കാറിൽ യാത്ര തുടരുമ്പോഴാണ് അവർ വരുന്ന വഴി ലക്ഷ്യം വെച്ചുകൊണ്ട് ജഗദീപും ചന്തുവും കാത്തു നിൽക്കുന്നത്. ആ ശ്രദ്ധ നമ്മളോട് പറഞ്ഞത് ഇതുവഴി അവർ വരുമെന്നല്ലേ, അതുകൊണ്ട് നമുക്കിവിടെ നിൽക്കാം എന്ന് ചന്തുവിനോട് ജഗദീപ് പറഞ്ഞു. എടാ, നിനക്ക് വേണ്ടി ഇപ്പോൾ ഈ പണമെല്ലാം പൊടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാ. എൻ്റെ കീശയിൽ നിന്നാ ഈ പണമെല്ലാം പോകുന്നത്. പിന്നെ ഈ കാറിൻ്റെ കാര്യം അറിയാമല്ലോ. മുതലാളിയോട് ഞാൻ എത്ര പറഞ്ഞിട്ടാണെന്നറിയോ മുതലാളി തൽക്കാലം ഈ വണ്ടി നമുക്ക് വേണ്ടി തന്നത്. എന്തായാലും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ വേണം ഇത് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുവാൻ എന്ന് പറഞ്ഞു. മാത്രമല്ല, മണിക്കൂറിനും മിനിറ്റിനുമൊക്കെ എത്ര രൂപ കൊടുക്കണം നിനക്കറിയാവോ എന്നൊക്കെ ചന്തു ചോദിക്കുമ്പോൾ ജഗദീപ് പറഞ്ഞു. അതൊന്നും സാരമില്ല അളിയ, നമുക്കതൊക്കെ സെറ്റ് ചെയ്യാവുന്നേ എന്ന് പറഞ്ഞ്
അങ്ങനെ ജഗദീപുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതുവഴി സുസ്മിതയുടെ കാറ് വരുന്നത് ജഗദീപ് കണ്ടത്. ഉടനെ ജഗദീപ് പറഞ്ഞു, ദേ അളിയ, ഞാൻ പറഞ്ഞില്ലേ അവൾ വരുന്നുണ്ട്, ഇനി നമുക്ക് നമ്മുടെ ആക്ഷൻ തുടങ്ങാം എന്ന് പറഞ്ഞതും പെട്ടെന്ന് ജഗദീപൻ ചന്തു അവിടെ നിൽക്കുന്നത് കണ്ട് കാറിൽ യാത്ര വരുന്ന സുസ്മിത പറഞ്ഞു, ദേ അമ്മേ, ആ നിൽക്കുന്ന ആളാമേ ജഗദീപ് കുമാർ എന്ന് പറഞ്ഞതും സർല വേഗം നോക്കി. അതാണോ? എന്നാ വണ്ടി നിർത്തും മുസ്തഫ എന്ന് തന്റെ ഡ്രൈവറോട് സർല പറഞ്ഞു. ഡ്രൈവർ വേഗം വണ്ടി നിർത്തിയതും ജഗദീപും ചന്തുവും സുസ്മിതയുടെ കാറ് നിൽക്കുന്നത് കണ്ടതോടെ കണ്ടില്ല എന്നുള്ള ഭാവത്തിൽ അങ്ങനെ വലിയ ഗൗരവത്തിൽ അങ്ങനെ ജഗദീപ് നിന്നു. ജഗദീപിന്റെ അരികിലേക്ക് സർല എത്തിയിട്ട് പറഞ്ഞു, ജഗദീപ് സാർ എന്ന് വിളിച്ചതും ഉടനെ ജഗദീപ് നോക്കി എന്താ എന്ന് ചോദിച്ചതും ജഗദീപിനോട് സർല പറഞ്ഞു, സർ ഞാൻ സരള എന്ന് പറഞ്ഞു. സരള എന്ന് പരിചയപ്പെടുത്തിയത് കേട്ട് ജഗദീപ് ഒന്ന് ചിരിച്ചു കാണിച്ചിട്ട് വീണ്ടും തന്റെ മൊബൈലിൽ അങ്ങനെ കുത്തിക്കൊണ്ട് അങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും ഉടനെ തന്നെ സരള സുസ്മിതയുമായിട്ട് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, സർ ഇത് എൻ്റെ മകൾ സുസ്മിത. അപ്പോഴേക്കും ജഗദീപ് ഓ ശരി എന്ന് പറഞ്ഞ് രണ്ടുപേരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴേക്കും സരള പറഞ്ഞു, സാർ ഞാൻ സാറിനെ കാണാനായി കുറച്ച് ദിവസമായി ആഗ്രഹിക്കുന്നു. അല്ല, സാറെന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചതും അല്ല, മോൾക്ക് സാറിനെ മുമ്പ് കണ്ട് നല്ല പരിചയമുണ്ട്, സാറ് നേരത്തെ മോളെ കണ്ടിട്ടുണ്ടാവും അല്ലേ എന്ന് ചോദിച്ചതും ഉടനെ സുസ്മിതയെ ഒന്ന് നോക്കിയതിന് ശേഷം ജഗദീപ് പറഞ്ഞു, അത് സാധാരണ ഇത്തരം വലിയ വലിയ ബിസിനസ്സുകാർക്കൊക്കെ അങ്ങനെ ഓരോ ആളുകളുമായി നല്ല ബന്ധം സ്ഥാപിക്കാനായിട്ട് പലരും എത്തിച്ചേരും. മാത്രമല്ല പലരും അടുപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞ് പരിചയമുണ്ടെന്നൊക്കെ പറഞ്ഞ് അടുക്കാറുണ്ടല്ലോ. പക്ഷേ നമ്മളാരും അത്രത്തോളം അങ്ങേ ആരെയും മൈൻഡ് ചെയ്യാറില്ല, അതാ സത്യം എന്ന് പറഞ്ഞത്. ഉടനെ സാറിനെ ചോദിച്ചു, അല്ല സർ, സാറിന് വിവാഹക്കാലോചന നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞല്ലോ, പ്രപ്പോസൽസ് വരുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചതും ജഗദീപ് പറഞ്ഞു, ഉണ്ട് വരുന്നുണ്ട് എന്ന് അറിയിച്ചു. എന്തെങ്കിലും ഫിക്സ് ആയോ സർ എന്ന് ചോദിച്ചതും അതൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞത്. ഉടനെ ജഗദീപിനെ നോക്കിയിട്ട് സർല പറഞ്ഞു, സർ ഇത് എൻ്റെ മോളാ സുസ്മിത, അവൾ സിംഗിളാണ് എന്ന് പറഞ്ഞതും ജഗദീപ് പെട്ടെന്ന് സുസ്മിത നോക്കിയിട്ട് പറഞ്ഞു, കണ്ടിട്ട് ഡബിൾ ആണെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞതും സരളയും ജഗദീപിന്റെ വാക്ക് കേട്ട് അതിശയത്തോടെ നോക്കി. അപ്പോഴേക്കും ഉടനെ സർല ചോദിച്ചു, അല്ല സാർ, സാറിന്റെ എവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്, ആരെങ്കിലും കാത്തു നിൽക്കുന്നതാണോ എന്ന് അന്വേഷിച്ചത്. ജഗദീപ് പറഞ്ഞു, ഒരിക്കലും അല്ല, ഇത് ഞങ്ങളെപ്പോലുള്ള പണക്കാർക്ക് ചില പ്രശ്നങ്ങൾ ഇങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. ഞാൻ ഡാഡിയോട് എത്ര തവണ പറഞ്ഞാണെന്നറിയാമോ, ഇത്രയും വില കൂടിയ വണ്ടിയൊന്നും മേടിക്കണ്ടെന്ന്. അത് മാത്രമല്ല ഈ 1 CR കുറഞ്ഞിട്ടുള്ള ഒരു വണ്ടിയും വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. പക്ഷേ ഡാഡി കേട്ടില്ല, അതായിപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. കണ്ടില്ലേ അതിന്റെ അവസ്ഥ. അത്യാവശ്യമായിട്ട് പോകേണ്ടതായിരുന്നു, പക്ഷേ ഈ പെരുവഴിയിലായിപ്പോയി എന്നാ ജഗദീപ് പറഞ്ഞത് കേട്ട് സർവേ ചോദിച്ചു, അല്ല സർ, അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വണ്ടിയിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞത്. ഉടനെ ജഗദീപ് ചോദിച്ചു, അങ്ങനെയോ, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിച്ചതും അത് പിന്നെ ചിലക്കൽ രാമചന്ദ്രൻ സാറിന്റെ മകനെ ഒന്ന് ലിഫ്റ്റ് കൊടുത്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതൊരിക്കലും ഒരു കുറച്ചിലല്ല എന്ന് സർല അറിയിച്ചു. അപ്പോഴേക്കും ജഗദീപ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ആയിക്കോട്ടെ. അപ്പോഴേക്കും ജഗദീപ് മനസ്സിൽ ചിന്തിച്ചു, കുറച്ചു നേരം അവളോട് അടുത്തിടപഴകി സംസാരിക്കാനൊക്കെ ഒരു അവസരം കിട്ടുമല്ലോ എന്ന് ജഗദീപ് ഇങ്ങനെ സന്തോഷത്തോടെ ആലോചിച്ചിരുന്നതും പെട്ടെന്ന് ജഗദീപ് ചന്തുവിനെ നോക്കിയിട്ട് പറഞ്ഞു, ദേ ഇന്ന് തന്നെ ഈ കാറ് നീ ചവിട്ടി കൂട്ടി ഏതെങ്കിലും ആഗ്രഹക്കാരന് കൊടുത്തോണം, മനസ്സിലായോ എന്ന് ജഗദീപ് പറഞ്ഞതും ശരി സാർ എന്ന് ചന്തു പറഞ്ഞു. ഈ സമയത്ത് സരള പറഞ്ഞു, സർ ഞങ്ങളുടെ വണ്ടിയിലേക്ക് കയറിക്കോ എന്ന് പറഞ്ഞ് സരള തന്റെ വണ്ടിയിലേക്ക് വിളിച്ച് ജഗദീപിനെ കയറ്റാൻ ഒരുങ്ങുമ്പോൾ ജഗദീപ് പറഞ്ഞു, ആ വണ്ടിയിൽ കയറിയിരിക്കണമെങ്കിൽ ഈ സൂട്ടിന്റെ കാര്യം, ഈ കോട്ട് സൂട്ടും ഒന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞു വേഗം ആ കോട്ട് ഊരി കയ്യിൽ പിടിച്ചുകൊണ്ട് ജഗദീപ് സരളയുടെ കാറിൽ കയറാനായി ചെല്ലുന്നു. അതിനുശേഷം ജഗദീപ് ഫ്രണ്ട് സീറ്റിൽ കയറിയിരിക്കുന്നതിന് മുമ്പ് സരള പിൻ സീറ്റിലെ ഡോർ തുറന്നു കൊടുത്തു. സാർ ഇവിടെ കയറിയിരുന്നോ എന്ന് പറഞ്ഞ് സുസ്മിതയുടെ അരികിലായി ജഗദീപിനെ ഇരുത്തുന്നു. പിന്നീട് സരള മുന്നിൽ ഡ്രൈവറിന്റെ സൈഡ് സീറ്റിൽ കയറിയിരുന്ന് മുസ്തഫയോട് പറഞ്ഞു, വണ്ടി എടുത്തു മുസ്തഫ. അപ്പോഴേക്കും സരള വലിയ മനോരാജ്യങ്ങളൊക്കെ മനസ്സിലങ്ങനെ കണ്ടുകൊണ്ട് ജഗദീപൻ സുസ്മിതയുമായിട്ടുള്ള വിവാഹകാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതിന്റെ സന്തോഷത്തിൽ സരള പറഞ്ഞു, അല്ല ജഗദീപ് സാർ, സാറിന്റെ ഫോണിലേക്ക് വരുന്ന കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചത്. ജഗദീപ് പറഞ്ഞു, അത് എൻ്റെ PA ചന്തു ആണ്. എന്താ മാഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചത്. ഉടനെ സരള പറഞ്ഞു, അത് പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു, അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരു സംസാരമായിരുന്നു അയാളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അയാളെ പോലുള്ള ഒരു സ്റ്റാഫിനെ വെച്ചുകൊണ്ടിരിക്കാതിരിക്കുന്നത് തന്നെയാണ് സാർ നല്ലത്. അല്ലെങ്കിൽ മറ്റുള്ളവരോട് മാന്യമായിട്ട് പെരുമാറാനെങ്കിലും പറയണം എന്ന് പറഞ്ഞത്.
ജഗദീപ് പറഞ്ഞു, ഓ ചന്തുവിന്റെ കാര്യമല്ലേ, അവൻ അങ്ങനെയൊക്കെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അല്ല, എന്തിനാ ആന്റി അപ്പൊ വിളിച്ചത്, എന്തിനാ മേഡം വിളിച്ചത് എന്ന് ജഗദീപ് അന്വേഷിച്ചതും സരള പറഞ്ഞു, അല്ല എൻ്റെ മോള് സുസ്മിതയുണ്ടല്ലോ, അവൾക്ക് സാറിന്റെ വിവാഹക്കാര്യം അറിഞ്ഞപ്പോൾ അവൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അവൾക്ക് സാറുമായിട്ട് ഒരു പ്രപ്പോസൽ സാറിന് മുന്നിൽ വെക്കാനായി ഒരാഗ്രഹം. അതുകൊണ്ടാണ് അങ്ങനെ ഫോൺ ചെയ്തത് എന്ന് സരള അറിയിച്ചു. അത് കേട്ടതും ജഗദീപിന് വലിയ സന്തോഷമായി. ദൈവമേ, ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അവൾ എൻ്റെ വലയിൽ കുടുങ്ങാൻ പോവുകയാണല്ലോ എന്നെല്ലാം ആലോചിച്ച് ജഗദീപ് ഇങ്ങനെ സന്തോഷത്തോടെ നിന്ന് ജഗദീപ് പറഞ്ഞു, ഓ ഏയ് ജഗദീപ്, നീ കൺട്രോൾ യുവർ സെൽഫ് എന്ന് സ്വയം ജഗദീപ് തന്റെ മനസ്സിൽ തന്നെ തന്നോട് വീണ്ടും ശകാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ സരള പറഞ്ഞു, അല്ല ജഗദീപ് സാർ, സാറിന് എങ്ങോട്ടാ പോകേണ്ടത് അത് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചതും ജഗദീപ് പറഞ്ഞു, അതെ, വീട്ടിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടതും സരള പറഞ്ഞു, ആ വീട്ടിലേക്കല്ലേ, ചെറുക്കൽ രാമൻ സാറിന്റെ വീട്ടിലേക്കല്ലേ, എനിക്കറിയാം, ഞാൻ അതുവഴി പാസ് ചെയ്ത് പോയിട്ടുണ്ട്, അങ്ങോട്ട് തന്നെ പോയേക്കാം എന്ന് പറഞ്ഞു. പെട്ടെന്നാണ് ജഗദീപ് ആലോചിച്ചത്, ദൈവമേ, അങ്ങോട്ടാണോ പോകുന്നത്, അയാളുടെ വീട്ടിലേക്ക് പോയ ശിവനെ ഞാൻ എന്ത് പറയും എന്നാലോചിച്ച് ജഗദീപ് ആകെ ആശങ്കപ്പെട്ടു. അപ്പോഴേക്കും സരള പറഞ്ഞു, അതെ അവിടെ ഞങ്ങളും എന്തായാലും വരാം, ഞങ്ങൾക്കൂടെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാമല്ലോ, രാമചന്ദ്രൻ സാറിന്റെ മകന് ഒരു ലിഫ്റ്റ് കൊടുത്തതിന്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞത് ജഗദീപ് അതെല്ലാം ഓർത്ത് ആകെ വിഷമത്തോടെ അങ്ങനെ ഇരുന്നു. ദൈവമേ, ഈ കുരുക്കിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും എൻ്റെ ശിവനെ എന്നെല്ലാം ആലോചിച്ച് ജഗദീപ് അങ്ങനെ ആശങ്കപ്പെട്ടിരിക്കുമ്പോൾ സരള പറഞ്ഞു, എന്തായാലും ഞങ്ങൾക്കും അവിടെ വന്ന് രാമചന്ദ്രൻ സാറിനെ ഒന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്യാമല്ലോ എന്നെല്ലാം ആശ്വസിച്ചുകൊണ്ട് സരള അങ്ങനെ കാറിലിരിക്കുമ്പോഴാണ് രാമചന്ദ്രന്റെ വീടിന് മുന്നിൽ അവിടെ കൂർക്ക അവർക്ക് കാവലായിട്ട് സദാസമയം നിൽക്കുന്നു. പിന്നീട് രാമചന്ദ്രൻ ചില പേപ്പേഴ്സ് എല്ലാം നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വൈഫ് അരികിലേക്ക് എത്തി. അവരെല്ലാം രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ സരള പറഞ്ഞു, ദാ ഈ റൂട്ടിലാണ് രാമചന്ദ്രൻ സാറിന്റെ വീട്ടിലേക്ക് പോകുന്നത് അല്ലേ എന്ന് ജഗദീപിനോട് ചോദിച്ചതും ജഗദീപ് പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞതും ഉടനെ സരള ചോദിച്ചു, അയ്യോ അപ്പൊ സാർ ഇവിടെയല്ലേ താമസിക്കുന്നത് എന്ന് ചോദിച്ചതും ജഗദീപ് പെട്ടെന്ന് തന്റെ തലക്കിട്ട് അടി കൊടുത്തിട്ട് പറഞ്ഞു, ഓ അതെ അതെ, ഞാൻ ഇവിടെയാ താമസിക്കുന്നത്, ഇവിടെ തന്നെ താമസിക്കുന്നത് എന്ന് പറഞ്ഞതും പെട്ടെന്ന് സരളയും സുസ്മിതയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. അപ്പോഴാണ് രാമചന്ദ്രന്റെ ഗേറ്റിന് മുന്നിൽ ഒരു കൂർക്ക തന്റെ മൊബൈലിൽ എന്തൊക്കെയോ കണ്ട് തമാശകൾ കണ്ട് അങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്ന കാഴ്ച കണ്ടത്. ഇത് കണ്ട് ഉടനെ അവിടേക്ക് എത്തിയ സരള സുസ്മിതയോട് ജഗദീപിനെ നോക്കി. എന്നിട്ട് സരള പറഞ്ഞു, അതെ ഞാൻ പലപ്പോഴും ഇതിലെ പാസ് ചെയ്ത് പോയിട്ടുള്ളതാണ്, അല്ല ഇതാ ഇവിടെ കാവലിന് കൂർക്ക നിൽപ്പുണ്ടല്ലോ, ഇനിയിപ്പോ അയാളോട് ഗേറ്റ് തുറക്കാൻ പറ, നമുക്കകത്തേക്ക് പോകാമല്ലോ എന്ന് സരള പറയുമ്പോ ഉടനെ ഇവരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുക എന്ന് ആലോചിച്ച് ജഗദീപ് പറഞ്ഞു, അയ്യോ അത് സാരമില്ല, നിങ്ങൾ എന്നെ ഇവിടെ വിട്ടാൽ മതി, ഞാൻ തനിച്ചങ്ങ് പൊക്കോളാം എന്ന് പറഞ്ഞതും ഉടനെ സരള ചോദിച്ചു, അയ്യോ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വരണ്ടേ എന്ന് ചോദിച്ചതും ജഗദീപ് സാറ് ഞങ്ങളെ അപ്പൊ വേണ്ടപ്പെട്ടവരായിട്ട് കരുതുന്നില്ല അല്ലേ എന്ന് ചോദിച്ചതും ജഗദീപ് പറഞ്ഞു, അയ്യോ ആന്റി അങ്ങനെയല്ല, ദാ ഈ കുട്ടിയുടെ പേരെന്താ, കുട്ടിയുടെ പേര് എന്ന് ചോദിച്ചതും സുസ്മിത എന്ന് സുസ്മിത പറഞ്ഞു. ഉടനെ ജഗദീപ് പറഞ്ഞു, അതെ സുസ്മിത, ഈ സുസ്മിതയുമായിട്ട് എനിക്ക് ഒരു ബന്ധമുണ്ട് എന്ന്, ഇനി ഭാവിയിൽ ഞാൻ ഈ സുസ്മിതയായിട്ടുള്ള ഇഷ്ടം എനിക്കുണ്ടായി തോന്നിയാൽ എന്ന് ചോദിച്ചതും ഉടനെ സരള ചോദിച്ചു, അപ്പൊ സാറിന് എൻ്റെ മോളെ ഇഷ്ടപ്പെട്ടല്ലേ? അപ്പോഴേക്കും ജഗദീപ് പറഞ്ഞു, അങ്ങനെയല്ല, ഇനി അഥവാ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ, ഞാൻ എൻ്റെ മനസ്സിനങ്ങ് ഇണങ്ങി തോന്നിയാൽ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിവാഹവുമായി മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ അമ്മ ഇതൊരിക്കലും അംഗീകരിച്ചെന്ന് വരില്ല. അത് കേട്ടതും സരള ചോദിച്ചു, അതെന്താ സാർ അങ്ങനെ? അല്ല, എൻ്റെ അമ്മ പ്രണയ വിവാഹമാണെന്ന് പറഞ്ഞ് പ്രണയമായിരുന്നു എന്നെല്ലാം പറഞ്ഞ് ഈ വിവാഹത്തെ തകർക്കും, അതാണ് സംഭവിക്കുക. അമ്മയ്ക്ക് പ്രണയ വിവാഹത്തോട് ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞതും സരള ചോദിച്ചു, അല്ല അതെന്താ അങ്ങനെ തോന്നാൻ എന്ന് ചോദിച്ചതും സരളയോട് ജഗദീപ് പറഞ്ഞു, അതെ എൻ്റെ അമ്മയ്ക്ക് അമ്മയുടേത് പ്രണയ വിവാഹമായിരുന്നല്ലോ, അതുകൊണ്ട് പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതൊന്നും ശാശ്വതമായി നിലനിൽക്കില്ലെന്നും അതൊരു നല്ല റിലേഷനും ആവുകയില്ല എന്നുമാണ് അമ്മയുടെ അഭിപ്രായം എന്ന് ജഗദീപ് അറിയിച്ചു. അതെല്ലാം കേട്ടതും എന്നാ സാർ ഇറങ്ങിക്കോ എന്ന് ജഗദീപിനോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞ് അവിടുന്ന് സരള ഇറക്കുന്നു. ജഗദീപ് കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ആ വീടിന് മുന്നിൽ നിൽക്കുന്ന ഗൂർഖ വേഗം കാറിനരികിലേക്ക് എത്തി. എന്നിട്ട് കാറ് തട്ടിയിട്ട് ആ ഡ്രൈവറോട് പറഞ്ഞു, അതെ എന്തിനാ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്, വണ്ടി ഒന്ന് എടുത്ത് മാറ്റൂ എന്ന് പറഞ്ഞത് സുസ്മിതയ്ക്കൊന്നും മനസ്സിലാകാതെ സുസ്മിത സരളയോട് ചോദിച്ചു, എന്താ അമ്മേ, എന്താ അയാൾ പറഞ്ഞത്? അപ്പോഴേക്കും സരള പറഞ്ഞു, അതെ അയാൾ പറഞ്ഞത് കാർ ഇവിടെ പാർക്ക് ചെയ്യേണ്ട, ഗേറ്റിന് മുന്നിൽ നിന്ന് മാറ്റാനാ പറഞ്ഞത് എന്നറിയിച്ചു. ഉടനെ സരള മുസ്തഫയോട് പറഞ്ഞു, മുസ്തഫ കാർ പിന്നിലേക്ക് എടുത്തോ, അല്പം മാറി നമുക്ക് പാർക്ക് ചെയ്യാം എന്ന് പറഞ്ഞതും സരളയെ പറഞ്ഞുമ്പുന്ന സമയത്ത് ജഗദീപ് കാറിൽ നിന്നിറങ്ങി.
ഓ, അവർ രക്ഷപ്പെട്ടല്ലോ, അവർ പോയല്ലോ എന്ന് ആശ്വസിച്ച് ജഗദീപ് വേഗം രാമചന്ദ്രന്റെ വീട്ടിലേക്ക് കയറാനായി ആ ഗേറ്റിനരികിലേക്ക് എത്തിയതും ഉടനെ ജഗദീപിനെ കൂർക്ക പിടിച്ചു നിർത്തുന്നു. ആ സമയത്ത് ജഗദീപ് അവിടെ ഉണ്ടായിരുന്ന സരളയും സുസ്മിതയും പോയെന്നുള്ള ആശ്വാസത്തിൽ നിൽക്കുമ്പോൾ അല്പം മാറി സുസ്മിതയുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് ആ സമയത്ത് ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് ജഗദീപ് ആലോചിച്ചു, ദൈവമേ, ഇതവർ പോയില്ലേ, മാരണങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണല്ലോ, ഇനി എന്താ ഒരു പോംവഴി എന്നാലോചിച്ച് തല പുകഞ്ഞുകൊണ്ട് ജഗദീപ് നിൽക്കുന്നു.